ആ അല്ല അവർക്കതറിയില്ല. കാരണം അവരിപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഓരോ ഡോക്യുമെൻറ്റും വെരിഫൈ ചെയ്തിട്ടല്ലല്ലോ കൊടുക്കുന്നത്. അത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് ഉണ്ടാക്കി DMEക്ക് കൊടുക്കും. ഏതൊക്കെ രീതിയിലാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത്, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, അതിനെ സംബന്ധിച്ചുള്ള ഒരു സജഷൻസ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നതായിരിക്കും. മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടൂറിസം ഇല്ല. ലക്ഷറിയസ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നതാണ് ഈ മെഡിക്കൽ ടൂറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പക്ഷേ ഈ പ്രതി ആ ടെർമിനോളജി ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു നടക്കുന്നതാണ്. അങ്ങനെ മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞിട്ട് അയാൾ നടക്കുന്നുണ്ട്. അയാൾ ആ രീതിയിലേക്കാണ് ആളുകളെ പറ്റിക്കുന്നത്. ചാരിറ്റി രീതിയിൽ അങ്ങനെ ചെയ്തതായിട്ട് നമുക്ക് ഇതുവരെ വിവരം കിട്ടിയിട്ടില്ല. അല്ല, അങ്ങനെ ചെയ്തതായിട്ടുള്ളൊരു വിവരം ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഹോസ്പിറ്റൽ അതോറിറ്റീസ് ഇതിനെ കണൈവ് ചെയ്തിട്ടുണ്ടോ, ലിങ്ക് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം അവർ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ബേസിൽ കൊടുത്താണെന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടതാണ്. അല്ല, ഹോസ്പിറ്റൽസ് ഇപ്പോൾ അവർ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ജെനുവിനാണോ ഫോർജഡാണോ എന്നുള്ളത് ഒരു പക്ഷേ പ്രായോഗികമായിട്ട് നോക്കാനൊരു സാധിച്ചു വരില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഓതറൈസേഷൻ കമ്മിറ്റി കൊടുക്കണ ലെറ്റർ കൊടുക്കാത്തതിൽ പോലും ഇയാൾ ലെറ്റർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഫേക്കായിട്ട് കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ. അതെല്ലാം നോക്കണം. ഒരുപാട് ഡോക്യുമെൻസുകൾ വടക്കേക്കര അത് ഹൈക്കോടതി വരെ പോയിട്ട് റിജക്ട് ചെയ്തതാണ്. അപ്പോൾ അതിലെന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക, അന്വേഷിച്ചുകൊണ്ടിരിക്കുക ആയിരിക്കണം. ഇതുവരെയുള്ള അന്വേഷണത്തിൽ നജീബാണ് അതിൻ്റെ മാസ്റ്റർ മൈൻഡ്. അങ്ങനെ ഇതിങ്ങനെ അന്വേഷണം വരുമ്പോൾ ആളുകൾ ഇതെല്ലാം ചെയ്യുന്നത് നിയമാനുസൃതമല്ലല്ലോ. അപ്പം അതുകൊണ്ട് സ്ലോ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്.